രാജ്യം ആകാംക്ഷയോട് കാത്തിരിക്കുന്നു. നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നു 9ാമത്തെ ബജറ്റിനായി മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് വരാനിരിക്കുന്നു. എന്തൊക്കെയാണ് നികുതി വരുമാനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്? ആദായ നികുതി ഇളവ് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ കഴിഞ്ഞ തവണത്തെ പോലെ? അതുപോലെ തന്നെ ഏതൊക്കെ പുതിയ രീതിയിലേക്ക് മാറിയിരിക്കുന്ന ഏതാണ്ട് 72% ആളുകൾ ഉണ്ട് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. അങ്ങനെയാണെങ്കിൽ പഴയ സ്കീമിൽ തുടരുന്നവർക്ക് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഏതായാലും ഇതടക്കം ഏതൊക്കെ കാര്യങ്ങളിൽ ഏതൊക്കെ മേഖലകളിൽ ഊന്നൽ നൽകിക്കൊണ്ടായിരിക്കും നിർമ്മല സീതാരാമന്റെ ബജറ്റ് പുറത്തു വരാൻ പോകുന്നത് എന്ന് നമുക്ക് അല്പസമയത്തിനകം അറിയാം. 10:38 കഴിഞ്ഞിരിക്കുന്ന സമയം. 11 മണിക്കാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രസംഗം തുടങ്ങുക. ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ശരി ഗോപി, പറഞ്ഞ കാര്യങ്ങൾക്ക് നമുക്ക് ബൽറാമിനോട് തന്നെ ചോദിക്കാം. ബൽറാം, ഇത്തവണ ഈ പാർട്ട് ബിക്ക് കൂടുതൽ ഊന്നൽ നൽകിയുള്ള ഒരു ബജറ്റ് ആയിരിക്കുമെന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ ആ നികുതി മേഖലയിൽ അതുപോലെ തന്നെ സർക്കാരിന്റെ വരുമാനം, ചെലവ്, ഈ കാര്യങ്ങളൊക്കെ ഏത് രീതിയിലായിരിക്കും അതിനൊരു വ്യക്തതയുണ്ട്. അതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഈ ബജറ്റിൽ എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ വലിയൊരു ആദായ നികുതി ബൊണാൻസ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ നമുക്കൊരു ചെറിയ പ്രതീക്ഷയുണ്ട്. ആ 12 ലക്ഷം എന്ന് പറയുന്നത് 15 ലക്ഷമായി ഉയർത്താൻ സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. മറ്റൊന്ന്, ഈ പറയുന്ന പോലെ പുതിയ നികുതിയിലേക്ക്, ന്യൂ റെജീമിലേക്ക് കൂടുതൽ ആൾക്കാർ പോയിരിക്കുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ആ 12 ലക്ഷത്തിൽ നിന്ന് 12,100,000 രൂപയാണെങ്കിലും വരുമാനം അവർ ടാക്സ് കൊടുക്കണം. ഇനി അടുത്ത വർഷം അത് 15 or 20 ലക്ഷമായി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ നികുതി പരിധിയിലേക്ക് അവർ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ചില ഡിഡക്ഷന്റെ ആവശ്യമുണ്ട്. അവിടെ തന്നെ ഒരു പരിഷ്കാരം ആവശ്യമുണ്ട്. മറ്റൊന്നൊരു ജോയിന്റ് ടാക്സ് ആണ്. ഒരാളിന് മാത്രം വരുമാനമുള്ള വീടുകളിൽ ഭാര്യയ്ക്കും ഭർത്താവിനും കൂടി അല്ലെങ്കിൽ പങ്കാളികൾക്ക് ഒന്നിച്ച് നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ളൊരു സൗകര്യം, ആ മട്ടിലൊരു പരിഷ്കാരം വരുമെന്ന് കേൾക്കുന്നു. ഒപ്പം തന്നെ 2026 ഏപ്രിലിൽ നമ്മുടെ പരിഷ്കരിച്ച ആദായ നികുതി നിയമം വരികയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ എന്തായിരിക്കാം ഈ പാർട്ട് ബിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്? ക്രിസ്റ്റീന GK, ഈ ബജറ്റുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ഉണ്ടായ വിശേഷണം എന്നുള്ളത് മാരത്തോണിനോടൊപ്പം തന്നെ സ്പ്രിന്റും ഇന്ത്യയിലെ ധനകാര്യ മേഖലയിൽ ആവശ്യമാണ് എന്നുള്ളതാണ്. അതായത് ദീർഘകാല പദ്ധതികൾക്കൊപ്പം തന്നെ പെട്ടെന്നുള്ള ഒരു സാമ്പത്തിക കുതിപ്പ് ലക്ഷ്യം വെച്ചുള്ള ഹ്രസ്വകാല പദ്ധതികളും കൂടി ആവശ്യമാണ് എന്നുള്ളതാണ് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന്റെ നിലവിലുള്ള സാഹചര്യം. അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ളതായിരിക്കും ഇത്തവണത്തെ ബജറ്റ്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് എ വിഭാഗത്തെക്കാൾ കൂടുതൽ ബി വിഭാഗത്തിന് പ്രാധാന്യം നൽകുന്നതാകും ഇത്തവണത്തെ ബജറ്റ് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. പ്രധാനമായും ഈ ഒരു മേഖലകളിലെല്ലാം തന്നെ അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിൽ ശ്രദ്ധയൂന്നുന്നതായിരിക്കും ഈ ബജറ്റ് എന്ന പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഈ ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ആദായ നികുതിയുമായി ബന്ധപ്പെട്ടാണ്. ഈ പുതിയ സ്ലാബ് അല്ലെങ്കിൽ പുതിയ രീതി അവതരിപ്പിച്ചു. അതിൽ എന്തെങ്കിലും മാറ്റം ഇത്തവണ ഉണ്ടാകുമോ എന്നുള്ളതാണ്. എന്നാൽ ആദായ നികുതി സ്ലാബുകളുമായി ബന്ധപ്പെട്ട കാര്യമായ മാറ്റങ്ങൾ ഇത്തവണ ഉണ്ടായേക്കില്ല എന്ന ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. ഒപ്പം തന്നെയാണ് ഫാമിലി ടാക്സ് എന്നുള്ള തരത്തിലുള്ള പദ്ധതി ഇത്തവണ അവതരിപ്പിച്ചേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതെന്തായാലും ഈ ഒരു പ്രതീക്ഷകൾക്കെല്ലാം തന്നെ അവസാനമാവുക ബജറ്റിന്റെ പ്രഖ്യാപനത്തിലായിരിക്കും. ഇനി അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പ്രധാനമായും വീക്ഷിത് ഭാരത് എന്ന സങ്കല്പം, അതിലേക്ക് വേണ്ടിയുള്ള ഒരു ചുവടുവെപ്പായിരിക്കും ഇത്തവണത്തെ ബജറ്റ് എന്നുള്ളത് ഉറപ്പാണ്. അതിനായുള്ള പദ്ധതികൾ ഉണ്ടാകും. പ്രധാനമായും അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം തന്നെ പൊതുമേഖലാ ബാങ്കുകൾ അവയെ പരിഷ്കരിക്കുന്നതിന് ആവശ്യമായ നയസമീപനങ്ങൾ ഈ ബജറ്റിൽ ഉൾപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒട്ടേറെ പ്രത്യേകതകൾ ഇത്തവണത്തെ ബജറ്റിലുണ്ട്. അത് ആഗോള തരത്തിലുള്ള പ്രത്യേകതകൾ മുതൽ തന്നെ ബജറ്റ് അവതരണ രീതിയിലും തിരഞ്ഞെടുത്ത ദിവസത്തിലുമടക്കം പ്രത്യേകതകൾ ഇത്തവണയുണ്ട്. അതെല്ലാം തന്നെ ഇത്തവണ ബജറ്റിനെ കൂടുതൽ കൗതുകമുള്ളതാക്കുന്നുണ്ട്. നമ്മളോടൊപ്പം വിനീത കൂടി ചേരുകയാണ്. വിനീത, ഒരുപാട് പ്രത്യേകതകൾ ഇത്തവണത്തെ ഞായറാഴ്ച 2ാം തവണ ബജറ്റ് അവതരിപ്പിക്കുന്നു എന്നതോടൊപ്പം തന്നെ ഒരുപാട് പ്രത്യേകതകൾ ഇത്തവണത്തെ ബജറ്റിനുണ്ട്. ഇവിടെ എത്തിയിരിക്കുന്ന ഈ മാധ്യമങ്ങൾ, നൂറുകണക്കിന് മാധ്യമങ്ങളാണ് ഈ ബജറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച് ബജറ്റ് ദിനത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. എല്ലാം ഈ ഒരു പ്രത്യേകതകൾ തന്നെയാണ് കൗതുകത്തോടെ നോക്കുന്നത്. തീർച്ചയായും ബൽറാം, നമുക്ക് ഈ പാർലമെന്റിന്റെ ഈ വിജയ് ചൗക്കിലേക്കൊക്കെ വരുമ്പോൾ പൊതുവെ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഇവിടെ വളരെ ശാന്തമായി കിടക്കുന്ന ഒരു മേഖലയാണ്. പക്ഷെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് പോലും ഈ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് നമ്മൾ ഉൾപ്പെടെ ഈ ബജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇത് എനിക്ക് തോന്നുന്നു 2ാം തവണയാണ്, ചരിത്രത്തിൽ 2ാം തവണയാണ് ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നിർമ്മല സീതാരാമനെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റൊരു ചരിത്രം കൂടി സൃഷ്ടിക്കുകയാണ് അല്ലെ. തുടർച്ചയായി 9ാം തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായി എന്ന് പറയുന്നത്
വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബജറ്റ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പെടുത്ത മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറെക്കുറെ കാത്തിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത പശ്ചാത്തലത്തിൽ, അത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഏറെ നിർണായകമാണെന്ന് നമുക്കറിയാം. ആ ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും കേരളത്തിന് അല്ലെങ്കിൽ എയിംസ് ഉൾപ്പെടെയുള്ള ശബരിപാത ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ അത് ഇത്തവണയെങ്കിലും ഈ കേന്ദ്ര ബജറ്റിൽ പരിഗണിക്കപ്പെടുമോ ഈ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ കൂടി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ കഴിഞ്ഞ ബജറ്റുകളിലേതിന് സമാനമായി ഇത്തവണയും ഈ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രത്യേകം പദ്ധതികൾ ഉണ്ടാകും തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കാർഷിക മേഖലയ്ക്കായി പ്രത്യേകം ഒരു നീക്കിയിരിപ്പ് ഉണ്ടാകുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഒപ്പം തന്നെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുമായി ഒരു നീക്കിയിരിപ്പ് ബജറ്റിൽ ഉണ്ടാകും. ഒപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഈ റോഡ്, റെയിൽ ഗതാഗതം ഉൾപ്പെടെയുള്ള മേഖലകൾക്കായി പ്രത്യേകം ഒരു പരിഗണന കൂടി ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ നേരത്തെ ബൽറാം സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു ഈ ടാക്സ് സംബന്ധിച്ച കാര്യങ്ങളിൽ അതിൽ ഒരു സ്ലാബുകളിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകില്ല എന്ന് തന്നെയാണല്ലോ റിപ്പോർട്ട്. തീർച്ചയായും ഈ ടാക്സ് സ്ലാബുകളിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് ഈ ധനകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പുറത്തുവന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഫാമിലി ടാക്സ് ഇത്തവണ അവതരിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ്. കാരണം രാജ്യത്തെ ഈ ജോലി ചെയ്യുന്ന ആളുകളിലെ വിഭാഗം, ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അത് ഗുണം ചെയ്യും എന്ന് ആണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അത് ഇത്തവണ ബജറ്റിന്റെ ഒരു പ്രത്യേകതയായി കരുതപ്പെടുന്നുണ്ട്. അത് ധനമന്ത്രിയുടെ പ്രഖ്യാപനത്തോടെ മാത്രമേ വ്യക്തതയുണ്ടാവുകയുള്ളൂ. അതേസമയം അടിസ്ഥാന സൗകര്യ വികസന മേഖലയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രതീക്ഷകൾ ഇത്തവണ രാജ്യത്തെ പൊതുബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഉണ്ട്. അതിൽ കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും അസമും പുതുച്ചേരിയും അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയുമായി അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം തിരിച്ചു പറയാനില്ല. രാജ്യത്ത് ഒന്നാകെ അവിടെ വളർച്ചയും പുരോഗതിയും ഒക്കെ ഉണ്ടാകാൻ അടിസ്ഥാന സൗകര്യ വികസനം അത്യന്താപേക്ഷിതമാണ്. അതേസമയം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതിന് ചില രാഷ്ട്രീയ സ്വഭാവം കൂടിയുണ്ട്. ആ അർത്ഥത്തിൽ കഴിഞ്ഞ തവണ ബീഹാറിന് വാരിക്കോരി കൊടുത്തു എന്ന വിമർശനം നേരിട്ടിട്ടുണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ അടക്കം 5 ഇടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടേക്കൊക്കെ എന്താണ് ഈ ബജറ്റിൽ പ്രത്യേകമായി കരുതിയിരിക്കുന്നത് എന്നതാണ് നമുക്കിനി അറിയാനുള്ളത്. മാത്രവുമല്ല, അതിനോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ഓരോ വിഭാഗം ജനങ്ങളും, വിവിധ ജനവിഭാഗങ്ങൾ അവരവരുടെ മേഖലകളിൽ എന്താണ് ലഭിക്കാൻ പോകുന്നത്, സാധാരണക്കാരായ ആളുകൾ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, അതുപോലെ തന്നെ വിവിധ വ്യവസായ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ചെറുകിട വ്യവസായികൾ, ഇങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവരെ പരിഗണിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിക്ക് അനുഗുണമായ രീതിയിലുള്ള ഒരു പുതിയ സാമ്പത്തിക കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഇന്നത്തെ ബജറ്റിന് സാധിക്കുമോ എന്ന് തുടങ്ങിയിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി ലഭിക്കേണ്ടതുണ്ട്. അതിലെ ആകാംക്ഷയാണ് ഈ ബജറ്റിലേക്ക് ഉറ്റുനോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.